ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ ചൊല്ലുടെ അഥവാ മഹാന്മാരായ ഇമാമിങ്ങൾ ചൊല്ലുടെ ഒരു മനുഷ്യൻ മരണപ്പെടുക വേണ്ടി കിടന്ന സമയത്തിലെ ഞങ്ങൾക്ക് ബാധ്യത കൊണ്ടു. അഥവാ മരണപ്പെട്ട ഉടനെ ഞങ്ങൾക്ക് ചില സുന്നത്തായ ഒരു 7 കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാണ്ട് കണ്ടെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, ഒന്നാമതാ മയ്യത്തിലെ കണ്ണിടെ മുച്ചി പാട്ടണോ. ഒന്നാമതൊരു മയ്യത്തിലെ കണ്ണട ഇങ്ങനെ മുച്ചു പാട്ടണു പെണ്ണുങ്ങടെ. രണ്ടാമത് ആ മനുഷ്യൻ മരിക്കട സമയത്തില് എങ്ങനെ ബായി വെച്ചിറാണ്ട് കൊന്തില്ല, ആ ബായിയുടെ ചന്തങ്ങനെ മുച്ചി പാട്ടിട്ട് ഈ താടിപണ്ട എല്ലുണ്ടല്ലേ, താടിപണ്ട മുള്ളുണ്ടല്ലേ, ഇതൊക്കെട്ടാണ് അറബിയിലെ ചൊല്ല്. അങ്ങനെ ഭാഷലതിനെ മണ്ടിക്കേണ്ട ചൊല്ലുടെങ്കിൽ ഏത് വേണമെങ്കിലാവട്ടെ, ഈ ജാഗ്രത നല്ല ഒരു അകാലത്തെ പട്ടി പോലോത്തെ നാട് പോലോത്തെ എടുത്തിട്ട് നല്ല അകാറുള്ളതിൽ ചന്തവൊന്നു തലയുടെ മേലെ അതിൽ കെട്ടിക്കൊടുക്കണോ. എന്തൊക്കെ കണ്ണു മുച്ചി വാട്ടേ ബായിയുടെ ബന്ധാക്കല കൊന്തുണ്ട. ആ കണ്ണിടെ മീത്ത് മരണപ്പെട്ട് പോയ സമയത്തിലെ നിങ്ങൾ മുച്ചിപാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ആ മയ്യത്തിലെ കണ്ണിങ്ങനെ പൊളന്ന് നോക്കി വെയ്ക്കൂ. മയ്യത്തിലെ തടിയിലൊരു ചൂടുക്കിട് പെണ്ണിങ്ങള്, ഒരു മനുഷ്യരെ തടിയില് റൂഹ് പോയ സാത്ത് ഒരു ചൂടുക്കിട്, കൊറിയ നേര ചൂട് ബാക്കിക്കിട്. ആ ചൂടുള്ള സമയത്തിലാണ് കണ്ണ് മുച്ചുപാട്ടിയെങ്കിൽ ആ കണ്ണ് മുച്ചിട്. അഥവാ ചൂട് തണിഞ്ഞൽ പിന്നെ മയ്യത്ത് ഐസ് കുത്തിയതില് പിന്നെ ആ കണ്ണട എങ്ങനെ മുച്ചുകുണിങ്ങ മുച്ചുപാട്ടണ പ്രയത്നാക്കെങ്കിൽ പോലും ആ കണ്ണിങ്ങനെ ബദലേ ഇങ്ങനെ തുറന്നിട്ടേക്കൂ. മയ്യത്തിനെ നോക്കുന്ന ഉണകു പോലും അസഹ്യമാവൂ, പേടിയായി പോവൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തെ മരണപ്പെട്ട് സാധക മരണപ്പെട്ടു പോയ നബിതങ്ങളെ കടന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് കണ്ണട ഇങ്ങനെ മുച്ചുപാട്ടിയത് കൊണ്ടു മഹാന്മാരായ ഇമാമിങ്ങൾ ചൊല്ലുടെ ഒന്നാമത് മയ്യത്തിനെ കണ്ണ് മുച്ചുപാട്ടണു, രണ്ടാമത് മയ്യത്തിനെ ബായിരെ ബന്ധാക്കിട്ട് ഇങ്ങനെ തുണി കെട്ടി കൊടുക്കണു, മൂന്നാമത് മയ്യത്തിലെ ശരീരത്തെ എല്ലാ ജോയിന്റിനെ ഒന്ന് ലൂസാക്കി കൊടുക്കണോ. മയ്യത്തിലെ ജോയിന്റ് എല്ലാം ഒന്ന് ലൂസാക്കണോ. മയ്യത്ത് കുളിപ്പാട്ടണത് ഈസി ആവുകൊണ്ട് മയ്യത്തിലെ ജോയിന്റ് ലൂസാക്കി ചെന്നെങ്കിൽ ആ ചേരെ കൂട്ടിയ വന്ന് ഉള്ളിൽ അടിപ്പാട്ടണുണ്ട. അങ്ങനല്ല, മയ്യത്തിലെ ജോയിന്റ് ലൂസ് ആക്കണോ ചെന്നെങ്കിൽ മയ്യത്തിലെ കൈയുണ്ടല്ലേ അതിങ്ങനെ നല്ല ഒത്തിട്ട് ഇങ്ങനെ മടക്കണുണ്ട്. ഇങ്ങനെ മടക്കിട്ടാൻ ബന്ധത്ത് കൈ ഇത് ഫ്രീ ആയിട്ട് മറിച്ചൽ പിന്നെ രണ്ട് കൈയിലിങ്ങനെ മടക്കൊന്നുണ്ട്. പിന്നെ കാല് അത് ഈ കടക്കാലുണ്ടല്ലേ ഞങ്ങളുടെ പെരകത്തെ ഈ ദൈക്കിര ജാഗ താണ്ട രൂപത്തിൽ കാലിലെ മടക്കൊന്നുണ്ട് മയ്യത്തിന് ഫുള്ളായിട്ട് ഇങ്ങനെ. പിന്നെ എതിരെ ഈ മുട്ടും തൊട ഉണ്ടല്ലേ അത് ഭയത്തുക്ക് താണ്ട രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിലിങ്ങനെ കമീസ് ഇട്ടത് കൊണ്ട് നമുക്ക് മടക്കൊണുകാവില്ല, മടക്കി കാട്ടുകാവില്ല. ഇതിലിങ്ങനെ മേലുക ഭയത്തുക്ക് താണ്ട രൂപത്തിൽ മയ്യത്തിങ്ങനെ അവിടെ കുതുക്കണത് വെച്ച പോലെ അർത്ഥവിടെ. അങ്ങനെ മയ്യത്തിലെ രണ്ട് കൈഡം രണ്ട് കാലെങ്ങനെ മടക്കിയിട്ട് മെല്ലതിലുള്ള പൊടിപ്പാട്ടോണുണ്ട്. അപ്പൊ മയ്യത്തിലുള്ള ജോയിന്റ് ഒന്ന് ഫ്രീ ആയിട്ട് മയ്യത്തിലെ പിന്നെ കുളിപ്പാട്ടുമ്പോഴത്തേക്ക് അത് ഈസി ആവണം. പിന്നെ ബെർലിടെല്ലാം ഇങ്ങനെ ഉൾഗത്തേക്ക് മടക്കോണുണ്ട്. ഇത് ചൊമ്മത്തെ ആൾമാരെ കൊന്തില്ല. ചിലപ്പോ മയ്യത്തിലെ മറിച്ച സാത്ത് കൊരിയാൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കൊടഞ്ഞിട്ട് വിട്ടിരല്ല കൈക്കാലിനല്ല. എന്തിനാക്കട്ടെ മയ്യത്തില് നൊട്ടിയെടുക്കണ മയ്യത്തില് ഗെണ്ട് ലൂസാക്കരെ ചൊന്നെങ്കിൽ ഇങ്ങനെ ആക്കൊണ്ടാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഷാഫിഈ മദ്ഹബിന്റെ കിതാബിൽ വിശദീകരിച്ചു തന്നെ. ഇങ്ങനെ മയ്യത്തില് ഗെണ്ട് ലൂസാക്കരൻ ആണിങ്ങളെയും പെണ്ണിങ്ങളെ മയ്യത്തിൽ അങ്ങനെ ആക്കൊണ്ടായ ശരിക്കും അതിലെ രണ്ട് കൈഡ് ഇങ്ങനെ ഒത്തിട്ട് ഇങ്ങനെ മടക്കിത്ത് രണ്ട് കാലം ഈ കടകാല് പെരകത്തെ സൈഡ് താണ്ട രൂപത്തിൽ മടക്കിത്ത് എന്നിട്ട് ആ തൊടങ്ങനെ ഭയത്തുക താണ്ട രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കുമ്പോ മയ്യത്ത് ഇങ്ങനെ ആവണം. എന്നിട്ട് ഇതിനെ മെല്ലെ പൊടുപ്പാട്ടേ. 3 കാര്യത്ത് ഒന്നാമത് രണ്ട് കണ്ണുമുച്ചുപാട്ടേ, രണ്ടാമതൊരു മയ്യത്തിരെ ഈ ബായി ബന്ധാക്കിട്ട് കെട്ടിക്കൊടുക്കൂടെ, മൂന്നാമത് മയ്യത്തിരെ ശരീരത്തെ മൈന ഗെണ്ടിനെ ഒന്ന് ലൂസാക്കി ജോയിന്റിനെ ലൂസാക്കി കൊടുക്കൂടെ, നാലാമത് മരണപ്പെട്ടു പോയ സമയത്തിൽ ധരിച്ച വസ്ത്രമുണ്ടല്ലേ ആ മരിക്കട സമയത്തിൽ ഇട്ടിട്ടിന്ന വസ്ത്രത്തെ ഡ്രസ് എല്ലാത്തെ മാറ്റിട്ടെടുക്കണു. മയ്യത്തിലെ ഉൾഗത്തെ ഭാഗത്തിലുള്ള ഡ്രസ്സിനെ പോലും മാറ്റിട്ടെടുക്കണു.
നാലാമത്തെ കാര്യം മരിക്കട സമയത്തിൽ ഡ്രസ് എല്ലാം മാറ്റിയെടുക്കണു. അഞ്ചാമതാ മയ്യത്തക നല്ല ഒരു തെൽപ്പുടെ തുണി ഒന്ന് പൊതിയണു. ഇതാക്കുമ്പോ നല്ലോണം ജാഗ്രത ആക്കണായ ഒരു വിഷയമാണ് മുസ്ലിമീങ്ങള്. മയ്യത്തിന് ഔറത്ത് ഒരാളും നോക്കുക തീരാ. മയ്യത്തിന് ഔറത്തിനെ ഒരാളും നോക്കണുക പാടില്ല, ഹറാമാണ്. ഏത് ആണാവട്ടെ, ആന്റെ മയ്യത്തിന് ആണിങ്ങളും പെണ്ണുങ്ങളുടെ മയ്യത്തിന് പെണ്ണുങ്ങള് പോലും ഔറത്ത് നോക്കണുക പാടില്ല. ഔറത്തല്ലാത്ത ജാഗര പോലും നോക്കാണ്ടിക്കല് സുന്നത്താണ്. സാധ്യമെങ്കിൽ മയ്യത്ത് കുളിപ്പാട്ടവർ ആളുണ്ടല്ലേ, കണ്ണുക തുണി കെട്ടിട്ട് മയ്യത്ത് കുളിപ്പാട്ടുണുക, അവിടെങ്കിലും അത് നല്ലതാണ്. കാരണം മയ്യത്തിന് ഔറത്തല്ലാത്ത ഭാഗ പോലും നോക്കാണ്ടിക്കൽ സുന്നത്ത്. പക്ഷെ ഔറത്തല്ലാത്ത ഭാഗത്തെ നോക്കിയെങ്കിൽ ഹറാമ് പണ്ടില്ല, ദോഷയില്ല. ഔറത്ത് നോക്കൽ ഹറാമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടോ, സ്വഹാബ നാളെ വഫാത്തായി പോയ സമയത്തില് നിന്റെ മയ്യത്തിന് ആരെങ്കിലും കുളിപ്പാട്ടുക തയ്യാറായെങ്കില് പേനൂണ്ട അഥവാ മണപൂർവമായിട്ട് അല്ലാണ്ടാമീത്ത് നിന്റെ ഔറത്തിനെ ഒരാട് മീത്ത് നോക്കിയാറുണ്ട് കണ്ടെങ്കില് അവന്റെ ജണ്ട് കണ്ണുടെ കാഴ്ച ശക്തി അതേ സെക്കൻഡില് നഷ്ടപ്പെട്ടു പോകും സ്വഹാബ. നിന്റെ മയ്യത്തിന് ഔറത്തിനെ ഒരാള് നോക്കിയാറുണ്ട് കണ്ടെങ്കില് അല്ലാഹുവിന്റെ റസൂലാണ് ചൊല്ല ഈമാനുള്ള മുസ്ലിമീങ്ങള്. ഔറത്തി കാട്ടി നടക്കുന്ന ഒരു ചങ്കയുമില്ലാത്ത കാലമല്ല പെണ്ണുങ്ങള്. നല്ല ഒരു സ്ട്രൈറ്റിംഗ് ആക്കി മുടി കൊണ്ടുകൊണ്ട് കണ്ടെങ്കില് ആ മുടിനെ നാലാളുകൾ കാട്ടുമ്പത്തുകല്ല പെണ്ണുങ്ങളെ മനസ്സുകൊരു സമാധാനം കിട്ടല്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താവുടെ സമയത്തിൽ പോലും ചൊല്ലുടൂ, ഞാൻ മരണപ്പെട്ടു പോയ സമയത്തില് നിന്റെ മയ്യത്ത് കുളിപ്പാടുന്ന സമയത്തുണ്ടല്ലേ സ്വഹാബ, അഥവാ നിന്റെ കഫന് ചെയ്യുന്ന സമയത്തുണ്ടല്ലേ സ്വഹാബ, നിന്റെ ഔറത്തിനെ ഒരാള് മീത്ത് നോക്കേണ്ട കണ്ടെങ്കില് അവന്റെ ജണ്ട് കണ്ണടെ കാഴ്ച ശക്തി അതോടെ നഷ്ടപ്പെട്ടു പോവൂ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് പേടിച്ചു പോയ സമയത്തില് ഹബീബായ തങ്ങളുടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ വിളിച്ചു ചൊല്ലുടൂ, അല്ലാഹുവിന്റെ റസൂല് ജീമത്തെ ജീമയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ മാപ്പരുടെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, അലിയേ നിന്റെ ഔറത്തിനെ തെല്ല് പോലും നോക്കാണ്ട് കുളിപ്പാടണു സാധ്യ അവിടെ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങയാണ് അലിയേ. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട മയ്യത്ത് കുളിപ്പാട്ടും പൊത്തുകൂ. ആ കുളിപ്പാട്ടുകു നേതൃത്വം കൊടുത്തത് കുളിപ്പാട്ടിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മയ്യത്ത് കുളിപ്പാട്ടും പൊത്തുകൂ. ആ മയ്യത്തൊക്കെ തന്നി ബീത്തുണുകു നിന്റെ സ്വഹാബികളുണ്ടു. കുളിപ്പാട്ടം പൊത്തുക ഹെൽപ്പാക്കണുകു നിന്റെ സ്വഹാബിയുണ്ടു. റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം ബാപ്പട യലൗനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിന്നിട്ടാണ് ആ മയ്യത്തിന് കുളിപ്പാട്ടര്. ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട മയ്യത്തിന് കുളിപ്പാട്ടും പൊത്തുകു. ആ സ്വഹാബി അല്ലാതെ പിന്നെ ഒരാളും അവിടെ കടന്നില്ല. പെണ്ണുങ്ങളെ മയ്യത്തിന് ഔറത്ത് നോക്കണക പാടില്ല. അത് സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും, സ്വന്തം യലൗലാണെങ്കിൽ പോലും, സ്വന്തം മോളാണെങ്കിൽ പോലും മയ്യത്തിന് ഔറത്ത് നോക്കൽ ഹറാമാണ്. പെണ്ണുങ്ങൾ ഒരു ആദത്തുണ്ടല്ലേ പെണ്ണുങ്ങള്, സ്വന്തം ഉമ്മ മരണപ്പെട്ടു പോയ സമയത്തില് എല്ലാ മക്കളൊന്ന് തണ്ണി ബീത്തണൂല ചൊല്ല ഒരു ബിയാറുണ്ടല്ലേ. ആരാണ് പെണ്ണുങ്ങളിത് പടിപാടിയത്? ആര് പടിപാടിയതാണ് പെണ്ണുങ്ങള്? ഉമ്മ ജീവിച്ചിട്ട് രോഗിയായി കിടത്തത്തിലായ സമയത്തില് ഒരു പിഞ്ഞൻ തേയില് പോലും തണ്ണി ബീത്തണുക പറയാതെ മക്കള് പോലും അതാ മരണപ്പെട്ട് മയ്യത്തായി കിടന്ന ഉമ്മക്ക് തണ്ണി ബീത്തണുണ്ട്. ആര് പടിപാടിയതാ? മയ്യത്ത് കുളിപ്പാട്ടുമ്പോ ഞങ്ങൾക്കുള്ള ഒരു ബാധ്യത എന്തിനെ കൊണ്ടുണ്ടാ? ആ കുളിപ്പാട്ടെ ഒരാള് കുളിപ്പാട്ടണുക തണ്ണി മുക്കി കൊടുക്കണുകും, മയ്യത്തിനെ ചരിക്കുമ്പത്തുക പിടിക്കണുകും, ഹെൽപ്പാക്കണുക ഒരാള്.
ജണ്ടാളായിട്ട് കുളിപ്പാട്ടണു ഒരാള്, മയ്യത്തിനെ ഹെൽപ്പ് ആക്കണു പിന്നെ ഒരാള് ജണ്ടാള്, മൂന്നാമത് മയ്യത്തിനെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാള്. ഒരു ബാപ്പയാരെ മരണപ്പെട്ടു പോയതെങ്കിൽ ഒരു മോൺ അവിടെ നിക്കണു, മോണ് മരണപ്പെട്ടു പോയതെങ്കിൽ ബാപ്പ എവിടെ നിക്കണു, ഉമ്മയുടെ മയ്യത്താണ് കുളിപ്പാട്ടതെങ്കിൽ ഒരു മോളെങ്കിലും അവിടെ നിക്കണു. അഥവാ ഒരു ഇലവുല മയ്യത്ത് കുളിപ്പാട്ടുമ്പോ അവളെ ഒരു മൂത്തവുല ഒരു ഇലവുല എങ്കിൽ അവിടെ നിക്കണു. അഥവാ ഏത് മനുഷ്യരെയാണ് മയ്യത്ത് കുളിപ്പാട്ടിയോണ്ടുള്ളേ ആ മയ്യത്തിന് ചൊമ്മ മുട്ടത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാള് മയ്യത്ത് കുളിപ്പാട്ട ജാഗര നിക്കണു. ഈ മൂന്നാളല്ലാതെ നാലാമത്തെ ഒരാളും മയ്യത്ത് കുളിപ്പാട്ട ജാഗ കടക്കുണുകു തീരാ. സുബ്ഹാനല്ലാ, ഇന്റെ മയ്യത്ത് കുളിപ്പാട്ട ജാഗ നിങ്ങ ഒന്ന് നോക്കോറൂല. അതാ ഹോളിൽ മങ്ങിരത്തുക പോയിട്ട് പുതിയ അവരുടെ ഭർത്താക്കുമ്പത്തുകു അവിടെ ചങ്ങായിമാറും കുടുംബത്തോണും അല്ലാത്തോണും എല്ലാരും പോയി റാശി പൂണ്ടത് പോലെ മയ്യത്ത് കുളിപ്പാട്ടുമ്പത്തുകു കൂടുല്ലേ. ആരാണ് പടിപാടിയത്? മുസ്ലിമീങ്ങള്. ആ മയ്യത്തിന് ഔറത്ത് കാണുന്ന രൂപത്തിൽ കുളിപ്പാട്ട ജാഗല് ഇത്തരാള് ഒരുമിച്ചുകൂടെ ആരാണ് പടിപാടിയത്? ഒരു മയ്യത്തിന് ഔറത്തിന് എത്രത്തോളം ജാഗ്രത കൊണ്ടുകൊണ്ടുണ്ട, എത്രത്തോളം മയ്യത്തിന് ഔറത്തിന് ജാഗ്രത കൊണ്ടുകൊണ്ടുണ്ട. അതാ ഒരു മയ്യത്തിനെ കബറുള് വെച്ചിട്ട് മറമാടുമ്പോ ആ മയ്യത്തിനെ കഫന് ചീഞ്ഞ് കൊണ്ടുപോകേണ്ട സമയത്തില് മയ്യത്തെ കട്ടിയില് കിടന്ന് മയ്യത്തെ കട്ടിയില് പൊറുക്കുമ്പോ കട്ടിയിൽ ഇങ്ങനെ കുലുങ്ങിയിട്ട് ആ മയ്യത്തിനെ കഫന്റെ തുണി അപ്പറയിപ്പറായി പോയിട്ട് മയ്യത്തിനെ ഔറത്ത് കണ്ടുപോയെങ്കിലാ അതുകൊണ്ട് മയ്യത്തിനെ കഫന് ചെയ്യല്ല. പിന്നെ ആ തുണി അപ്പറയിപ്പറാവാണ്ടിക്കുണുക വേണ്ടി 3 ജാഗല് ഒന്നര കെട്ടിടില്ലേ. ആ കെട്ടിട്ടത് കഫന്റെ ഭാഗമല്ല, ആ കെട്ടിട്ടത് നിർബന്ധമായ കാര്യമല്ല. പിന്നെ എന്തിക്ക് വേണ്ടി കെട്ടിര കൊണ്ടുണ്ട? ആ മയ്യത്തിലെ കഫന്റെ തുണി അപ്പറയിപ്പറാവാണ്ടി കൊണുകു വേണ്ടിയാണ്. ആ മയ്യത്തിനെ കൊണുപോയിട്ട് കബറുള് വെച്ചെങ്കൊണ്ടല്ല പെണ്ണിങ്ങട ആ എല്ലാ കിട്ടരെ വിളിച്ചിട്ട് ഗിൽച്ചി പൽച്ചെരിയ കൊണ്ടു ആ എല്ലാ ഗിൽച്ച് കെട്ടിയ കെട്ടിരം അവിടെ ഗിൽച്ചിട്ടെരിയണു കൊണ്ടു. പിന്നെ എന്ത് കഥ കെട്ടിക്കൊണ്ടുപോയെ കാലി മയ്യത്തിലെ കഫന്റെ തുണി പരപ്പറായിട്ട് ഔറത്ത് കാണാണ്ടി കൊകു വേണ്ടി. എന്നിട്ടാ കബറുള് വെച്ച സമയത്തിൽ മയ്യത്തിലെ കെട്ട് കിളിക്കൊമ്പത്തു കൊണ്ടല്ലേ സഡന്ന് കാത്ത് വന്നിട്ട് കഫന്റെ തുണി അപ്പരപ്പറായിട്ട് ഔറത്ത് മീത് കണ്ടുപോയെങ്കിലാ ആ കബറിന്റെ മേലുള്ള ആളുമാർഗ മയ്യത്തിലെ തടി കണ്ടു പോവല്ലേ. അതുകൊണ്ട് ആ മയ്യത്തിലെ കബറുള് വെച്ചിട്ട് കെട്ട് കിഴിച്ചിട്ട് തായ കബറ് ബന്ധാക്കിയ സമയത്തില് ആ മയ്യത്തടക്കട കനകത കബറിന്റെ ഒരു തുണി കൊണ്ട് മുച്ചി വെയ്ക്കല് പോലും അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കി കൊടുക്കുറൂ. കബറിന്റെ തുണി കൊണ്ട് മുച്ചി വെയ്ക്കല് സുന്നത്താൻ, കബറിന്റെ തുണി കൊണ്ട് മുച്ചല് സുന്നത്താൻ. ഉസ്താദേ ഞങ്ങളുടെ രായത്തിൽ അങ്ങനല്ലേ, തലയുടെ മേലുകല്ലേ പിടിക്കരയ്ക്കുന്നതാണ് ജവാബ്ദാരി അല്ല. സുബ്ഹാനല്ലാഹ്, ഇണ്ട് ഏത് രായത്തില് പോയെങ്കിലും കബറടക്കര ജാഗലുണ്ടല്ലേ, അതാ അവിടെ ഒരു തുണിങ്ങനെ തലയുടെ മേല് പിടിച്ചെടുക്കാണ്ട് അല്ലേ, തലയുടെ മേലെ ഒരു തുണിങ്ങനെ പിടിച്ചിരിക്കുക. എന്തുകാ തുണി പിടിക്കുന്ന ഉദ്ദേശ? പരിശുദ്ധ ഇസ്ലാം പടിപാട്ടിയത് കബറുള് വെച്ച മയ്യത്തിന് ഔറത്ത് മീത്ത് വെളിവായി പോയെങ്കിലാ, ഔറത്ത് മീത്ത് കണ്ടുപോയെങ്കിലാ, ഓപ്പണായി പോയെങ്കിലാ ആ കബറടക്കുമ്പോ ചുറ്റുരു നിന്റെ ഉണകു കാണാണ്ടിക്കുണകു വേണ്ടി ആ കബറിനെ നിങ്ങ തുണി കൊണ്ട് മൂടണോ. അഥവാ ഏറ്റവും ചുരുങ്ങിയത് കബറിന്റെ മേല് നിന്റെ ഉണകു കാണാണ്ടിക്കൊണെങ്കില് അതാ കൽത്തര കീരകെങ്കിലും ആ തുണിരെങ്ങനെ പിടിക്കണോ. ഞങ്ങൾക്ക് ഔറത്ത് കാണാണ്ടിക്കൊകു വേണ്ടി, ഔറത്ത് കാണ്ടുണ്ടല്ല ഒരു വേല കണ്ടുപോയെങ്കിലാ ഞങ്ങൾക്ക് നോക്കാണ്ടിക്കൊകു വേണ്ടി ആ സമയത്തിൽ പോലും തുണി മൂച്ചി വെയ്ക്കൊണ്ടോണ്ട് കബറ് ചൊന്നിട്ടില്ലെങ്കിൽ ഇണ്ടതാ മയ്യത്ത് കുളിപ്പാട്ട ജാഗല് കാലി ഒരു തട്ട ഉടുത്തുട്ട അഥവാ ഒന്നുമില്ലാണ്ട് കിടപ്പാടി കുളിക്കിടാളുമാറ് പോലുമുണ്ടോ. ഒന്നുമില്ലാണ്ട് കിടപ്പാടി കുളിപ്പാട്ട ആളുമാറ് പോലുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഗുഹ്യ ഭാഗത്തിൽ മയ്യത്തിന് പിൻദ്വാരത്തിൽ കാഷ്ട നജസ് ബാക്കിയായിരാണ്ട് അതിനെ പോലും ഓപ്പണാക്കി നോക്കുന്ന ആളുമാരുണ്ട്. 10, 25, 30, 40 വർഷത്തിലുണ്ട് മയ്യത്ത് കുളിപ്പാടി സർവീസുള്ള ആള് നണ്ടിട്ടിക്ക് കേട്ട ഒരു സംശയം, ഉസ്താദെ പിൻദ്വാരത്തിൽ നോക്കുമ്പോഴത്തേക്ക് നജസ് കണ്ടെങ്കിൽ ഈങ്കില് പോലും തെതിട്ടിട്ട് എടുക്കാൻ വേണ്ട. നണ്ടിട്ട് ഒരാൾ കേട്ട് നന്റെ ബയസര കാണാൻ 6 വർഷമായി അയാൾ മയ്യത്ത് കുളിപ്പാട്ടോ തുടങ്ങിയിട്ട്. അയാളെ കേൾക്കൽ ഈങ്കിലിട്ടിട്ട് എടുക്കരുത് പോട്ട്, അത് പിന്നത്തെ വിഷയ. ആ ഭാഗത്തെ നോക്കൽ തനിച്ച ഹറാമല്ലേ? ഒരു മയ്യത്തിനെ ഔറത്ത് നോക്കൽ പച്ച ഹറാമല്ലേ? അതുകൊണ്ടാണ് ചൊന്ത മയ്യത്തിനെ മരണപ്പെട്ട് ഉടനെ ആക്കടക്കനിക്കത കാര്യങ്ങളിൽ 4-മത്തേത് മയ്യത്തിലെ ശരീരത്തുള്ള വസ്ത്രമെല്ലാം മാറ്റിയല്ല പിന്നെ ആ മയ്യത്തിനെ തുണി കൊണ്ട് മുച്ചി വയ്ക്കുമ്പോഴത്തേക്ക് പോലും ആ മയ്യത്തിനെ ഔറത്ത് നോക്കുക തീരാ. 4-മതാക്കൊണ്ടായത് തെലുപ്പുടെ തുണി കൊണ്ട് മുച്ചി വയ്ക്കണു. ദളത്തെ റഗ് പോലോത്തെ മുണ്ടു കൊണ്ടുവന്ന് പയപ്പാട്ടതല്ല, തെലുപ്പുടെ ഒരു മുണ്ടുലതാ, തെലുപ്പുടെ ഒരു വസ്ത്രത്തിലതാ മയ്യത്തിനെ മുച്ചി വയ്ക്കണു. ഇനി 5-മത് ചൊല്ലുടു മയ്യത്തിനെ ഭയത്തെ മേലുക ദിന്ന വയ്ക്കണു. അല്ല 6-മത് മയ്യത്തിനെ ഭയത്തെ മേലുക ഒരു ദിന്ന വയ്ക്കണു. മയ്യത്തിനെ ഭയത്തുക ദിന്ന വയ്ക്കണു. എന്തൊക്കെ ദിന്ന വയ്ക്കടേ? ദിന്ന വയ്ക്കടെ എന്ത് കൊണ്ടുണ്ട? മയ്യത്തിലെ ഭയത്തിൽ കയറിങ്ങനെ ഗ്യാസിലിങ്ങനെ അത് ബീങ്ങിട്ടുണ്ടല്ലോ. കാരണം അതാണ് മയ്യത്ത് ചെയ്യുമ്പോഴത്തേക്ക് മേലുള്ളവണക്ക് തൊന്തരാവണക്ക് തീര നാറുക തീരാട്. ഖബറിനെ മുട്ടാരെങ്കിൽ അവയിന്നെങ്കിൽ അങ്ങകവിടെ നാത്ത പറക തീരാട്. അപ്പൊ ആ ബയറിങ്ങനെ ബലിയാവണ്ട എത്ര പറയാണ്ടിക്കൊണ്ടെങ്കിൽ ബയരൊന്നിങ്ങനെ ഒത്തിപ്പിടിക്കണ്ടേ? ആ ഒത്തിപ്പിടിക്കലെ ബദൽ കാണു ദിന്ന ബേക്കൊണ്ടു ചൊന്നി. ഒരു 5 രൂപയുടെ കോയിനക്ക് തീരുവ താങ്ങൂ. ഒരു 5 രൂപയുടെ കോയിനക്ക് ബയറെ ഒത്തിപ്പിടിക്കണക്ക് തീരുവ. അല്ലെങ്കിൽ ഒരു ഇത്തരം ഒരു ഈ ഉച്ചി പാമ്പ് കണ്ടെങ്കിൽ പണ്ട് അരിമന്ത്രി പാട്ടി കെട്ടിയോ ഇന്നൊക്കെ എനിക്ക് ഇത്തരം ഒരു അരിയുടെ മുദ്ദാക്കി കെട്ടിയിട്ട് ഭയത്തിൽ വെച്ചിട്ട് ഇത്തരത്തിലെ വില ബയറുകി അരി നാട്ടുക. അപ്പൊ എത്ര ബേക്കണു? മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുല് ചൊല്ലുടാറ് അത് ഏറ്റവും കൊറടി ചൊന്നെങ്കിൽ ഒരു 20 ദിർഹമെടത്തര ദിന്ന എങ്കിലും വേണു. 20 ദിർഹമോ ചൊന്നെങ്കിൽ ഞങ്ങളെ ഗ്രാമക കൺവേർട്ട് ആക്കി നോക്കുമ്പോ 60 ഗ്രാമിടത്തരെങ്കിലും ചുരുങ്ങിട്ട് വേണോ. 60 ഗ്രാമിടത്തരെങ്കിലും അത് കൊറോടി മിനിമം. ഇനി ഇത്ര പേര് ഒരു ബോർഡറാസ് കല്ല് കൊണ്ട് വന്ന് വെച്ചെങ്കിലും എന്തും മയ്യത്തെന്തും എഞ്ചി ഓടാല ദിന്നവിടൂ എന്നൊക്കെ താങ്ങോ തീരില്ല. ഒരു കല്ല് ഒരു ഇത്തര ഒരു നല്ലൊരു ദിന്നത്തൊരു കല്ല്, ഒരു ശുദ്ധമില്ല നജസ്സല്ലാത്തൊരു കല്ല് ഗുണം വന്ന് വെയ്ക്കണം. എത്ര ദിന്നത്തോലെ വെയ്ക്ക? വലിയൊരു ഇട്ടിക കൊണ്ടെന്ന് വെയ്ക്കാമ? അതല്ല. അത് ഹയാത്തിലുള്ള സമയത്തിൽ ഞങ്ങൾ ജീമത്തിൽ ഇക്കൊമ്പത്തുക ഞങ്ങൾ കിടന്നപ്പോൾ ഞങ്ങളെ ഭയത്തുക ഒരു ദിന്ന വെച്ചെങ്കിൽ എത്ര ദിന്നത്തോലെ ഞങ്ങൾക്ക് താങ്ങുണുകാവിടൂ. അത്ര ദിന്ന വരേക്കും മയ്യത്തിര ഭയത്തുക്കും വെയ്ക്കാം. ഹയാത്തുള്ള ഒരാൾക്ക് താങ്ങുണുകാവിടെ ദിന്ന അത് മയ്യത്തുക്കും താങ്ങുണുകാവിടു. ഹയാത്തുള്ളവണുക്ക് താങ്ങുണുകാവാത്ത ദിന്ന അത് മയ്യത്തുക്കും ഇടങ്ങീരാവിടൂ. അതുകൊണ്ട് മഹാന്മാർ പടിപാട്ടിയാറ് ഏറ്റവും ചുരുങ്ങിയത് 60 ഗ്രാമിടത്തര ദിന്നെങ്കിലും വേണു. ദിന്ന ബലിയ 100 ഗ്രാമ 200 ഗ്രാമ വെച്ചെങ്കിലും തൊന്തരയില്ല. അത് മയ്യത്തിര ബയറ് ബലിയാവാട്ടിക്കൊണ്ടു ഊതാണ്ട് ബീങ്ങാട്ടിക്കൊണ്ടു വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നു മറിച്ച് സാത്ത് കാക്കനായ കാര്യത്തിൽ ഒന്നു മയ്യത്തിരെ കണ്ണു മുച്ചി വാട്ടരേ. 2 ആ മയ്യത്തിരെ ബായി ഓപ്പണാ വേണ്ടിക്കൊണ്ടു കെട്ടിക്കൊടുക്കടേ. 3 ആ മയ്യത്തിരെ ശരീരത്തെ മൈന ജോയിന്റ് എല്ലാം ഒന്ന് ലൂസാക്കി കൊടുക്കടേ. 4 ആ മയ്യത്ത് മരിക്കട സമയത്തിലിട്ട എല്ലാ ഡ്രസ്സിനെ മാറ്റിട്ടെടുക്കടേ. 5 ആ മയ്യത്തിരെ ഒരു തെലുപ്പുടെ തുണി കൊണ്ടിട്ട് മുച്ചി വെക്കടേ. 6 ആ മയ്യത്തിരെ ഭയത്തെ മേലെ ഒരു ദിന്ന വെക്കടേ. 7 ആ മയ്യ ഒരു കട്ടിയില് പോലത്തെ എത്തരത്തെ ജാഗല് അതാക്കി ഇവരുടെ ഭാഗത്ത് കാക്കിട്ട് കട്ടിയിലൊക്കെ ഒന്നും പിരിക്കാണ്ട് മയ്യത്തിര കിടത്തരേ. സുബ്ഹാനല്ലാഹ്. ഇണ്ട് ഞങ്ങനെ മയ്യത്തിര കിടപ്പാട്ടെ ഉസ്താദെ ഒരു പായ് വിരിക്കണു. ഫസ്റ്റ് ഒരു പായ് വിരിക്കണു, പിന്നെ ഒരു ഒല്ലി വിരിക്കണു, അതിന്റെ മേല് ഒരു മുണ്ട് വിരിക്കണു. എന്നിട്ടല്ലേ ഞങ്ങ മയ്യത്തിര കിടപ്പാട്ടി ഉണ്ടുള്ളേ. മഹാന്മാരായ ഇമാമിങ്ങൾ ഷാഫിഈ മദ്ഹബ് ചൊല്ലുടു. ഷാഫിഈ മദ്ഹബ് ചൊല്ലുടു ആ മയ്യത്തിലെ കിടപ്പാട ജാഗക ഒന്നും പിരിക്കൊണുകു തീരാ. പിന്നെ
പിന്നെയും ഒരാളുകൾ സംശയ പണ്ടേക്ക് പിന്നെ വിശദീകരിച്ചു ചൊല്ലുടൂ. എത്രത്തോളാ ചൊന്നെങ്കിൽ മയ്യത്തിന് മുതുടെ തോലുണ്ടല്ലേ, മയ്യത്തിന് മുതുര സ്കിന്നുണ്ടല്ലേ, അത് കിടപ്പാട്ടെ കട്ടിയിലകത്താണ്ടെ രൂപത്തിൽ കിടപ്പാട്ടണോ. അപ്പൊ ആ തോലും കട്ടിയില ഇടയിൽ ഒന്നുമില്ല, അങ്ങനെ മയ്യത്തിന് കിടപ്പാട്ടുണ്ടായി. മരത്തെ കട്ടിയിലാണെങ്കിൽ ബെസ്റ്റ്. എന്ത് കഥ അങ്ങനെ ചൊല്ലേ, മയ്യത്തുക്ക് ദവാവണുകു തീറ, ദവയെങ്കിൽ മയ്യത്ത് ಬೇಗ ചെയ്യൂ. ഒരു മയ്യത്ത് ಬೇಗ ചെയ്യാണ്ടിക്കൊണുള്ള വ്യവസ്ഥയിൽ ആക്കണുക അങ്ങനെ ബാധ്യത. അതുകൊണ്ട് മയ്യത്തുക്ക് ദവാവണുകു ಬಿಡಣുകു തീറ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര ಬೇಗ മയ്യത്ത് എടുക്കണെങ്കിലും മയ്യത്തിന് കിടപ്പാട്ടുമ്പത്തേക്ക് ഒന്നും പിരിക്കാണ്ട് മയ്യത്തുക്ക് ദവാവാത്ത രൂപത്തിൽ കിടപ്പാട്ടുണ്ട്. അതിലും എന്നിട്ട് ആ മയ്യത്തിലെ കുളിപ്പാട്ട് സമയത്തിന് ചൊല്ലുടൂ. ആ മയ്യത്തിലെ കുളിപ്പാട്ടത് കടലിൽ കിട്ടിയ ഉപ്പടെ തന്നി പോലോത്തതിലാണെങ്കിൽ ആ മയ്യത്ത് ಬೇಗ ചെയ്യാണ്ട് യാറ നേര ബാൽത്തറ പണ്ട്. കടലിലെ തണ്ണിലാണ് ഒരാള് മയ്യത്ത് കുളിപ്പാട്ടതെങ്കില്, കടലുടെ തണ്ണിലാണ് ഉപ്പടെ തണ്ണിലാണ് ഒരാള് മയ്യത്തിനെ കുളിപ്പാട്ടതെങ്കില്, അതൊക്കെ ഒന്നാമത്തെ ആദ്യത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുക്കൊടാറ്. നോക്കോറു നിങ്ങ പൊലയുടെ മീനും കടലിലെ മീനും കൊണവന്ന് വെക്കോറു. ಬೇಗ ಬೆಡಕಾവിടെ പൊല മീനല്ലേ, കടലിലെ മീന് യാറ ഞാറ ബാൽത്തറ പറകില്ല. കാരണം ഉപ്പടെ തണ്ണിരത് ജീവിച്ചത് കൊണ്ടാൻ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ചൊല്ലൂടെ, കടലിലെ തണ്ണി മയ്യത്ത് കുളിപ്പാട്ടണക്ക് കിട്ടെങ്കിൽ അതൊക്കെ ഒന്നാമത്തെ സ്ഥാന. കടലിലെ തണ്ണി കിട്ടില്ലെങ്കിൽ സാധാ തണ്ണി കുറച്ച് 2 കിലോ ഉപ്പിട്ട് കളക്കെങ്കിൽ ആവിടാ, അത് ആവില്ല, അത് പാടില്ല. കടലിലെ തണ്ണീരെ സൗകര്യമില്ലാത്ത ജാഗയാണെങ്കിൽ ചെപ്പ തണ്ണിലെ മയ്യത്ത് കുളിപ്പാട്ടണോ. അതിന് കാരണം മഹാന്മാർ വിശദീകരിക്കേ, അന്നഹു യശുദ്ദുൽ ബദന, അതാ മയ്യത്തിനെ തടിക്ക് നല്ല ശക്തി കൊടുക്കൂടൂ. ಬೇಗ മയ്യത്തിനെ ചീയുക പെടില്ല, നാറുക പെടില്ല. ചെപ്പതണ്ണിൽ കുളിപ്പാട്ടണോ. എത്ര ആളുണ്ട് ചെപ്പതണ്ണിൽ മയ്യത്ത് കുളിപ്പാട്ടൽ. അഞ്ഞ മറിച്ചിട്ട് കൺഫേം ആയ സാത്തക്ക് ഫസ്റ്റ് കുടുംബത്തെ ഫോൺ ആക്കരല്ല, ഫസ്റ്റ് കോല്ലങ്ങടി ഫോൺ ആക്കി 2 ഗിൻറ്റോൾ ചപ്പ് കൂടെ കോല് കിടത്ത് എന്ത് കുളിപ്പാട്ടോ തന്നി ഭയപ്പാട്ടോ. ചില ജാഗിൽ മയ്യത്ത് കുളിപ്പാട്ട് തന്നി കൈടണുകാവില്ല. സുബാൻ അത്തര പയക്ക മയ്യത്തുക്ക് മീത്തോറി ഇത്തര ജീമ ബാക്കിണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ചൊമ്പിട്ട് തട്ടിട്ട് എഞ്ചിട്ട് ഓടും. നാനേ കുളിച്ചോട്ടെ. അങ്ങനത്തെ പയക്ക തന്നില്ല മയ്യത്ത് കുളിപ്പാട്ട്. മയ്യത്തിന് ബെച്ച തന്നിൽ കുളിപ്പാട്ടരെ ചൊല്ലക്ക് എനിക്കത് വിഷയത്തെ ചൊല്ലുമ്പോ ഇമാമിങ്ങൾ ചൊല്ലെ ബെച്ച തന്നിൽ കുളിപ്പാട്ടുണ്ടല്ലേ, അന്നഹു യുർഖൈഹി, ആ മയ്യത്തിനെ തടിരത് തളർത്തിരുണ്ട്. മയ്യത്തിനെ തടിരത് കംപ്ലീറ്റ് അത് ಬೇಗ ചീഞ്ഞു പോണത് ഹെൽപ്പ് ആക്കട പയക്ക തന്നിൽ കുളിപ്പാട്ടെടുത്ത്. അതുകൊണ്ട് മയ്യത്തിന് ചെപ്പ തന്നിൽ കുളിപ്പാട്ടണോ. ബെച്ച തന്നിൽ കുളിച്ചെങ്കിൽ ആർക്കൊരു സുസ്തുണ്ടാവിടെ, ആർക്കൊരു ബച്ചലായി പോ. നിങ്ങൾ നോക്കൊരു ചെറിയ കിടാവിടെ നല്ല ബെച്ച തന്നിൽ റാത്തിൽ നിങ്ങളെ പെണ്ണിങ് കുളിപ്പാട്ടിട്ടാകുമ്പോ പെണ്ണിങ് പേരിക്കിടെന്തിരെ ബെച്ച തന്നിൽ കുളിപ്പാട്ടിട്ടാകുമ്പോ കിടാവ് നല്ല ഉറക്ക് പിടിച്ചിട്ട്, അത് കിടാവ് ബച്ചിട്ട് നിത്രാനായിട്ട് ഉറക്ക് പിടിച്ചു പോയിട്ട് പെണ്ണുങ്ങളെ, അല്ലാണ്ട് സന്തോലത്തിൽ കിടാവ് കിടക്കിടല്ല ഉറങ്ങിടല്ല, അത് നിത്രാനായി പോണ്ട്. നിങ്ങൾ നോക്കോറ് നല്ല പയക്ക തന്നിൽ കുളിച്ച് പറൂല, ആ ദവവും മേലുള്ള ഒരു പുകച്ചലിടെ ഒരു വിപൃത്തി അവിടെ നോക്കോറ്. അതേ സമയത്ത് ചെപ്പ തന്നിൽ കുളിച്ച് പറൂല, കുളിക്കിടേക്ക് മുന്നൊലിഞ്ഞതിനെ നല്ല ഒരു ഫ്രഷ്നെസ് കുളിച്ച് വന്നിട്ടാകുമ്പോ. പയക്ക തന്നിൽ കുളിച്ചിട്ടാകുമ്പോ ഒരു ദവം ഒരു വിപൃത്തി അവിടെ ഫാൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് പിരിച്ച് നിന്നില്ലെങ്കിൽ സാധ്യമേ ഇല്ല. അതേ സമയത്തിൽ മഹാന്മാർ ചൊല്ലെ മയ്യത്തിന് കുളിപ്പാട്ടുമ്പോ ബെച്ച തന്നെയാണെങ്കിൽ ആ മയ്യത്ത് ಬೇಗ തളർന്നു പോവൂ, ಬೇಗ ചീയണു കാരണാവൂ. അതുകൊണ്ട് മയ്യത്തിന് ചെപ്പ തന്നിൽ കുളിപ്പാട്ടണുണ്ട്. ചെപ്പ തന്നെയല്ല, ഇനി ബെച്ച തന്നിന്റെ ആവശ്യകത വന്നെങ്കിൽ ബെച്ച തന്നിന്റെ ആവശ്യകത എപ്പ പണ്ടൊരു മയ്യത്തിന് കുളിപ്പാട്ടുമ്പോ ഭയങ്കര ചളികാലാണ്ട് വിരിക്കുക. മയ്യത്ത് കുളിപ്പാട്ടവണുക ചെപ്പ തന്നെ തൊടുകാവില്ല, ചലിക്കിട്. മയ്യത്തുകല്ല കുളിപ്പാട്ടവണുക മയ്യത്ത് ആ കുളിപ്പാട്ടുമ്പത്തേക്ക് ചെപ്പ തന്നെ മുക്കി ബീത്തണുകാവില്ല, അവണുക ചലിക്കലുണ്ട്. കണ്ടെങ്കിലും ഒരു തെല്ല് ബെച്ചാക്ക. മഹാന്മാർ ഇമാമിങ്ങൾ വിശദീകരിക്കട്ടെ. അഥവാ നല്ല ചളിവുള്ള സമയത്ത് മയ്യത്തുകെ വേണ്ടിട്ട് വേണമെങ്കിലും ഒരു തെല്ല് തന്നെ ബെച്ചാക്ക. അഥവാ ഒരു മയ്യത്ത് രോഗിയായിട്ട് കുറെ വർഷം കിടത്തത്തിലായിട്ട് പുണ്ണായിട്ട് എടി ചേറ് മണ്ണെല്ലാം എത്തി പിടിച്ചിട്ടുണ്ടോ, അത് ಬೇಗ തെല്ല് വിട്ടിട്ട് സമാ മയ്യത്തിലെ ചന്ത കുളിപ്പാട്ടണുണ്ടാണെങ്കിൽ ഒരു തെല്ല് തന്നെ ബെച്ചാക്കനായിട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു തെല്ല് മയ്യത്തുക്ക് വേണ്ടിട്ട് ആ തണ്ണിലെ ബെച്ചാക്ക. പയപ്പാട്ടാണ്ടല്ല ഒരു തെല്ല് ബെച്ചാക്ക.
അല്ലെങ്കിൽ മയ്യത്തിന് ചെപ്പത്തണ്ണിൽ കുളിപ്പാട്ടാറാണ് നല്ല മയ്യത്ത് ಬೇಗ ചെയ്യാണ്ടിക്കൊണുക വേണ്ടി ചൊമ്മ വിശദീകരിക്കില്ല. അപ്പൊ ഒരു മനുഷ്യരെ മയ്യത്തിനെ കബറിൽ വെച്ചെങ്കിൽ ആ മയ്യത്ത് ಬೇಗ ചീഞ്ഞു പോവാണ്ടിക്കൊണുക വേണ്ടിയിട്ട് എന്തെല്ലാം വ്യവസ്ഥ ആക്കണുക അവിടെ ആ വ്യവസ്ഥ ആക്കിയിട്ട് അതാ ഒരു മയ്യത്തിനെ മറമാടൽ ഒരു മുസ്ലിമുക്ക് സുന്നത്താ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുടൂ, നിങ്ങ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയ സമയത്തിൽ ആ മയ്യത്തിനെ കുണപോകത്ത് കൊണ്ടല്ലേ ആ മയ്യത്തിന് മുന്നുള്ള നടക്കോരു സ്വഹാബ. എല്ലാരും മയ്യത്ത് കട്ടിയിലെ മുന്നുള്ള നടക്കണോ. ഞങ്ങളുടെ രായത്തിലുള്ള സമ്പ്രദായ മയ്യത്ത് കട്ടിയില് എതിരുടെ ധ്വജ കൊണ്ടുപോയതുപോലെ എന്നിട്ട് എല്ലാ മനുഷ്യന്മാരെ മയ്യത്ത് കട്ടിയിലെ പെരകത്തിലല്ലേ നടക്കല്. അല്ലാഹുവിന്റെ റസൂല് പടിപാടിയ ദീനേത് കൊണ്ടുണ്ട് മുസ്ലിമീങ്ങള്. ഒരു മയ്യത്ത് കട്ടിയിലെ ഒന്നാമത് പുറത്തോട്ട് പോണ്ടതല്ല, ആ മയ്യത്തിന് കൂടെ നടക്കുന്ന എല്ലാരും എതിരിൽ നടക്കണു. അങ്ങനെ എല്ലാരും അവസാനത്തിൽ മയ്യത്ത് കട്ടിയിലെ പിടിക്കുന്ന മാത്രം ബാക്കിയാവണു. മയ്യത്തിന് മുന്നോട്ട് പോണു ചൊന്നെങ്കിൽ എത്ര മുന്നോട്ട് പോണു. മയ്യത്ത് ഔത്തുള്ളു കട്ടിയിലെടുത്ത് വെയ്ക്കുമ്പോഴത്തേക്ക് പള്ളിക്ക് പോയിട്ട് എത്തി ദയിക്കണുണ്ടാ. അല്ലാ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കോ മയ്യത്ത് കട്ടിയിൽ കൊണപണ്ട ആളുമാരെ കാണ്ട രൂപത്തിൽ നിങ്ങൾ എതിരിൽ നടക്കണു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുടൂ, ഏതെങ്കിലും ഒരു സ്വഹാബി ഒരു മയ്യത്ത് കൊണ്ടുപോകേണ്ട സമയത്തില് മയ്യത്ത് കൊണ്ടുപോകേണ്ട സമയത്തില് ആ വാഹനത്തിൽ മീത്ത് യാത്ര ചെയ്യിടാണ്ട് കണ്ടെങ്കിൽ ഒരു മയ്യത്ത് കൊണ്ടുപോകേണ്ട സമയത്തിൽ വാഹനത്തിൽ സ്വഹാബത്ത് ഭണ്ടാറുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് കേക്കട നാണമില്ല സ്വഹാബ, നിങ്ങൾക്ക് ചങ്കാവില്ല സ്വഹാബ. അല്ലാഹുടെ മലക്കുകള് പോലും മയ്യത്തിന് കൂടെ നടന്നോണ്ടിക്കുമ്പോ നിങ്ങൾക്ക് വാഹനത്തിൽ പത്തി ദയിക്കണു ചങ്കാവില്ല സ്വഹാബ. എത്ര ബാലഗാനമാരുണ്ട് സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഒരു നാട് ഇതുപോലെ കിടന്നിട്ട് കട്ടിയിൽ പുറത്തോട്ട് പോണായ ആളുമാറ് ചുണ്ട ബിയാറ ഇല്ലാണ്ട് മയ്യത്തിന് കൂടെ നടക്കണുക പോലും ചങ്കക്കാട്ടിലെ മനുഷ്യന്മാരുണ്ടോ. അഥവാ ഒരു മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തെ കട്ടിയിൽ പുറത്തോണ്ട് പോണ മുസ്ലിമീങ്ങളെ കണ്ടിട്ട് പോലും അങ്ങാടെ ബായിൽ നിന്റെ സിഗരറ്റ് വലിച്ചിരിക്കുന്ന എത്ര ബാലകാരന്മാരുണ്ടോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒന്ന് ആലോചനക്ക് നോക്കൂറൂല. അതാ മയ്യത്ത് കൊണ്ടുപോകേണ്ട സമയത്തില് പോലും ഒരു മനുഷ്യരെ മനസ്സുകത് പേടി പണ്ടില്ലാട് കണ്ടെങ്കില് ഏത് മുസ്ലിമാണ് നാണും നിങ്ങ, ഏത് ഈമാനാണ് ഞങ്ങൾക്കും നിങ്ങൾക്കുള്ളേ. അല്ലാഹുവിന്റെ റസൂലതാ